ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജാപ്പാനീസ് സിനിമയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സിനിമയുടെ കഥ എൻ്റേതായ രീതിയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരെ കഥയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനെ കാണിക്കുന്നു. പുള്ളിക്കാരൻ്റെ കൂടെ ഭാര്യയും മക്കളെയൊന്നും കാണുന്നില്ല. അതില്ലാന്ന് വിചാരിക്കരുത്. പുള്ളി കല്യാണമൊക്കെ കഴിച്ചതാണ്. പക്ഷേ എപ്പോഴും ജോലി 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 എന്ന് പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് ഭാര്യയും കുട്ടികളെയും ഒന്നും നോക്കാൻ പുള്ളിക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയും കുട്ടിയും അവരുടെ പാട്ടിന് പോയി. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വരുന്നു. ഒരു പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടു എന്നായിരുന്നു ഫോൺ കോളിൽ പറഞ്ഞത്. അങ്ങനെ നായകൻ ആ സ്പോട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ എത്തുമ്പോൾ ഒരു കണ്ണാടിയിട്ട് ഒരു നിഷ്കു പോലീസുകാരൻ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നായകൻ ചോദിക്കും, എടേ എന്തോന്നാടേ, എനിക്ക് ഇത് തന്നെയാണോ പണി? എപ്പോൾ കൊലപാതക സ്പോട്ടിൽ ചെന്നാലും നീ ഇങ്ങനെ ഛർദ്ദിക്കുക തന്നെയാണല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് സ്പോട്ടിലേക്ക് പോകുന്നു. അവിടെയുള്ള പോലീസുകാരൻ നായകനോട് പറയുന്നു, ഒരു നായയെ ഉപയോഗിച്ചാണ് ആ സ്ത്രീയെ കൊലപാതകി കൊന്നിട്ടുള്ളത്. നായയെ വെച്ചിട്ട് എങ്ങനെ കൊല്ലാനാടോ എന്ന് വിചാരിക്കേണ്ട. നായയെ ഒരുപാട് കാലം പട്ടിണിക്കിട്ട് വളർത്തി ആ സ്ത്രീയെ കെട്ടിയിട്ട് നായയെ അവൾക്ക് മുന്നിലേക്ക് അഴിച്ചുവിടുകയാണ് ആ കൊലപാതകി ചെയ്തിരിക്കുന്നത്. ഏറെ നാളായി വിശന്നിരുന്ന ആ നായ അവളെ കൊടല് വേറെ ഒടല് വേറെ എന്നാക്കി അവളെ കട്ടിച്ച് കീറി കൊല്ലുകയാണ് ചെയ്തത്. വളരെ ക്രൂരമായൊരു മരണം. ആ നിഷ്കു പോലീസുകാരൻ ഛർദ്ദിച്ചതിൽ ഒരു തെറ്റുമില്ല. ആ രൂപത്തിലായിരുന്നു അവളുടെ ഡെഡ് ബോഡി. അങ്ങനെ നായകൻ ആ സ്ത്രീയുടെ ബോഡി ഇൻസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ അവിടെ ഒരു തെളിവുകളും അദ്ദേഹത്തിന് ലഭിച്ചില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞി തവളയെടുത്ത് കൈമ പിടിച്ചിട്ട് നീ വല്ലതും കണ്ടോടെ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം നമ്മുടെ നായകനും ആ നിഷ്കു പോലീസുകാരനും കൂടി കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോറൻസിക് ഓഫീസിൽ നിന്ന് കോൾ വരുന്നു. നായകനും കൂട്ടുകാരനും നേരെ അവിടേക്ക് എത്തുന്നു. ഇവരൊരു നായയെ കൊണ്ടുപോയിരുന്നില്ലേ? ആ നായ ഛർദ്ദിച്ചപ്പോൾ അതിൻ്റെ വായിൽ നിന്ന് ഒരു തുണ്ട് കടലാസ് കിട്ടുന്നു. അതിൽ ഡോഗ് ഫുഡ് പണിഷ്മെൻറ്റ് എന്ന് എഴുതിയിരുന്നു. അതായത് ഒരു നായക്ക് ഭക്ഷണമായി കൊടുത്ത് ശിക്ഷിക്കുന്ന രീതി എന്ന്. നമ്മളിത് മുമ്പ് കണ്ടിട്ടുണ്ട്. അകുംബദം എന്ന് എഴുതിയിട്ട് നമ്മുടെ അന്യൻ വെച്ചിട്ട് പോകാറുണ്ടായിരുന്നില്ലേ? അതുപോലെ നായകനും അവൻ്റെ അന്വേഷണ സംഘത്തിനും ഒന്നും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അടുത്ത സീനിൽ ഒരു ഗുണ്ടുമണിയെ കാണിക്കുന്നു. ഒരു സോഡാ കുപ്പി ഗ്ലാസ്സൊക്കെ വെച്ച് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ 24 മണിക്കൂറും ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഗെയിം കളിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം നന്നായിട്ട് കയറ്റുക, അത് കഴിഞ്ഞ് വീണ്ടും ഗെയിം കളിക്കുക, കിടന്നുറങ്ങുക. ഇതല്ലാതെ ഒരു സാധനം നിലത്ത് വീണ ഒരു സാധനം എടുത്തു വെക്കുക പോലും ചെയ്യില്ല. അത്രയ്ക്ക് മടിയാണ്. അങ്ങനെ ഇവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വാതിലിൽ തട്ടുന്നു. അത് ആരാണെന്ന് പോയിട്ട് തുറന്നു നോക്കാൻ പോലും മടിയാണ് പുള്ളിക്കാരന്. അതെന്തോ ഡെലിവറി ബോയ് ആയിരുന്നു. അയാൾ ആ സാധനം ഡോറിൽ വെച്ചിട്ട് അയാളങ്ങ് പോകുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആരോ ഡോറിൽ തട്ടുന്നതായിട്ട് അവൻ കേൾക്കുന്നു. എന്നാലും ഇവൻ പുറത്തു പോയിട്ട് അത് ആരാണെന്ന് നോക്കുന്നില്ല. അവൻ പറയും, ഞാൻ വീടിനുള്ളിൽ തന്നെയാണ് ഉള്ളത്, ആരാണ് എന്താണ് കാര്യമെന്ന്. പക്ഷെ മറുപടിയൊന്നും ലഭിക്കുന്നില്ല. പക്ഷെ പെട്ടെന്ന് അവൻ ഡോറ് തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു. അവൻ പോയി നോക്കുന്നു. ആരെയും കാണുന്നൊന്നുമില്ല. അതുകൊണ്ട് ഡോറ് അടച്ചവൻ തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ തവളയുടെ മുഖംമൂടി അണിഞ്ഞ ഒരുത്തൻ അവനെ ഷോക്കടിപ്പിച്ച് ബോധം കെടുത്തുന്നു. അടുത്ത സീനിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് ആ തടിയനെ സൈക്കോ ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ കില്ലർ ആ ഗുണ്ടുമണിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ, നീയൊക്കെ ഒരു മനുഷ്യനാണോ? വെറുതെ തിന്നുക, തൂറുക, കിടന്നുറങ്ങുക, ഗെയിം കളിക്കുക, ഇത് മാത്രമാണല്ലോ നീ ചെയ്യുന്നത്. നിന്റെ അമ്മയെക്കുറിച്ച് നീ ഓർക്കാറുണ്ടോ? ചെറുപ്പം മുതലേ അച്ഛൻ പോയി, എന്നിട്ട് ആ അമ്മയല്ലടാ നിന്നെ വളർത്തിയത്, വലുതാക്കിയത്. ഒരു കൈ സഹായമെങ്കിലും നീ അവർക്ക് വേണ്ടി ചെയ്തോ? നിനക്കൊന്നും അമ്മയുടെ വേദന എന്താണെന്ന് അറിയില്ല. അത് ഞാൻ അറിയിച്ചു തരാം എന്നും പറഞ്ഞിട്ട് ഒരു കുറിപ്പ് കാണിക്കുന്നു. ആ കുറിപ്പിൽ അമ്മയുടെ വേദന എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ഗുണ്ടുമണിയാണെങ്കിൽ അയ്യോ അമ്മ എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. സൈക്കോ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവനെ എടുത്ത് താഴേക്ക് എറിഞ്ഞ് അവനെ എന്തോ ചെയ്യുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. അടുത്തതായിട്ട് 2 യുവമിഥുനങ്ങൾ അവരുടെ വരുംകാല ജീവിതത്തിനെ പറ്റി കൂലങ്കർഷമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലം നോക്കി അങ്ങോട്ടേക്ക് വരുന്നു. രസച്ചരട് പൊട്ടിക്കാനായിട്ട് ആ പെൺകുട്ടി എന്തോ സംഗതി കണ്ട് പേടിക്കുന്നു. തുടർന്ന് അവിടെ പോലീസായി, ബഹളായി, ആ ഗുണ്ടുമണിയാണെങ്കിൽ വടിയായി. നമ്മുടെ നായകനും ആ നിഷ്കു പോലീസുകാരനും അങ്ങോട്ടേക്ക് എത്തുന്നു. ഡെഡ് ബോഡി കണ്ടതോടെ നമ്മുടെ നിഷ്കു പോലീസുകാരൻ അവന്റെ കാര്യപരിപാടിയിലേക്ക് കിടക്കുന്നു. നേരെ പോയി ഛർദ്ദിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ നായകന്റെ പേര് ഡിറ്റക്റ്റീവ് സവാമുര എന്നാണ്. സവാമുര കേൾക്കാൻ നല്ല രസമില്ലേ? ഇനി ഈ നായകൻ എന്ന് പറയുന്നത് ഒഴിവാക്കിയിട്ട് സവാമുര എന്ന് പറയാം. അങ്ങനെ സവാമുര ആ ശവശരീരത്തിനടുത്ത് നിന്നും ഒരു കുറിപ്പ് കൂടി കണ്ടെത്തുന്നു. അതിൽ അമ്മയുടെ വേദന എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ആ ശവശരീരം ഇൻസ്പെക്ട് ചെയ്യുന്നു. ആ സൈക്കോ എന്താണ് ചെയ്തതെന്ന് അറിയോ? ആ ഗുണ്ടുമണിയുടെ 2 കവിളുകളും അറുത്തെടുത്ത് ഒരു വെയിങ് മെഷീനിൽ
മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 3.25 കിലോ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴുള്ള വെയിറ്റ് ഏകദേശം ഇതായിരിക്കും. അത് അളന്ന് കറക്റ്റായിട്ട് അവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. അതായത് അവന്റെ അമ്മ അവനെ പ്രസവിച്ചപ്പോൾ ആ സ്ത്രീ അനുഭവിച്ച വേദന എന്തുമാത്രമായിരിക്കുമെന്ന് ഇവനും അനുഭവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവന് ആ ശിക്ഷ സൈക്കോ കൊടുത്തിരിക്കുന്നത്. ഇതുകൂടി കണ്ടപ്പോൾ നമ്മുടെ സവാമുരയ്ക്ക് ഒരു സംശയം ജനിക്കുന്നു. ഈ കൊലയാളി ഒരു സീരിയൽ കില്ലർ ആണോ എന്ന്. മാത്രമല്ല അവൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കാനും അവൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശവശരീരങ്ങളൊന്നും അവൻ മറവ് ചെയ്യാത്തത് എന്നും നായകൻ കണ്ടെത്തുന്നു. ഇപ്പോൾ നമ്മുടെ നായകനും ആ നിഷ്കു പോലീസുകാരനും കൂടിയിട്ട് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നായകന് പെട്ടെന്ന് ദാഹിച്ചപ്പോൾ അവൻ വെള്ളം വേണമെന്ന് വിളിച്ചു പറയും. ആ സമയത്ത് തൊട്ട് മുന്നിലുള്ള ഒരാൾ അയാൾക്ക് വെള്ളം പകർന്നു കൊടുക്കും. അയാളുടെ വിരലിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത് നമ്മുടെ നായകൻ ശ്രദ്ധിക്കുന്നു. അതിനുശേഷം ആ നിഷ്കു പോലീസുകാരനോട് സവാമുര സംസാരിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ നിന്റെ കവിളിൽ പിടിച്ച് അത് മുറിക്കാൻ നോക്കുന്ന സമയത്ത് അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ നീ എന്തൊക്കെ ചെയ്യുമെന്ന് സവാമുര ചോദിക്കുന്നു. ആ നിഷ്കു പോലീസുകാരൻ പറയും, എന്നെ കൈയൊക്കെ പിടിച്ച് കെട്ടിയിട്ടായിരിക്കുമല്ലോ ഉള്ളത്. അങ്ങനെ ആകുന്ന സമയത്ത് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ അയാളുടെ കൈവിരലുകൾ കടിച്ച് മുറിക്കാൻ ശ്രമിക്കുമെന്ന് പറയുന്നു. അപ്പോഴാണ് നായകന് ഒരു കാര്യം സ്ട്രൈക്ക് ആവുക. നേരത്തെ അയാൾക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന പുള്ളിക്കാരന്റെ കൈവിരൽ മുറിഞ്ഞിരിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചിരുന്നല്ലോ. ഒരുപക്ഷെ ഇയാളായിരിക്കുമോ ആ സൈക്കോ, മറ്റേ ആ തടിയൻ കടിച്ചപ്പോൾ മുറിഞ്ഞതായിരിക്കുമോ എന്നൊക്കെയുള്ള സംശയം സവാമുരയ്ക്ക് വരുന്നു. ഒരുപക്ഷെ അവൻ നമ്മുടെ നീക്കങ്ങളെല്ലാം നിരീക്ഷിക്കാനായിട്ട് ഫോളോ ചെയ്യുന്നതായിരിക്കും എന്നും പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ അവനെ അന്വേഷിച്ച് അവിടെയൊക്കെ അലഞ്ഞു തിരിയുന്നു. പുറത്തൊക്കെ വന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആ കണ്ണാടിക്കാരൻ പറയും, എടേ ഞാൻ വെറുതെ പറഞ്ഞാടേ, അങ്ങനെ ആയിരിക്കാം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വിരൽ മുറിഞ്ഞവരൊക്കെ കൊലയാളികളാണെന്ന് പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനോട് സംസാരിക്കുന്നു. വാ പോവാമെന്നും പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നു. ആ സമയത്ത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അത് നോക്കി നിന്ന നായകൻ തന്റെ പഴയകാല ഓർമ്മകളിലേക്ക് പോകുന്നു. സവാമുരയും ഭാര്യയും വേർപിരിഞ്ഞതിന്റെ കാരണമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുക. സ്വന്തം മകന്റെ ബർത്ത്ഡേയുടെ അന്ന് പോലും സവാമുരയ്ക്ക് നേരത്തിന് വീട്ടിലെത്താൻ സാധിച്ചില്ല. അതിന്റെ വിഷമത്തിൽ ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റിയാണ് ഭാര്യ അവനിൽ നിന്നും അകന്നു പോകുന്നത്. ഇപ്പോൾ നമ്മുടെ നായകൻ ഈ കഴിഞ്ഞ 2 കൊലകളും ചെയ്തത് ഒരാളാണെന്നും അയാൾ ഒരു സൈക്കോ കില്ലറാണെന്നുമുള്ള തന്റെ തിയറി മേലുദ്യോഗസ്ഥർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. പക്ഷേ അവരതൊന്നും കേട്ട ഭാവം നടിച്ചില്ല. ഈ 2 കൊലപാതകങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതൊക്കെ വേറെ വേറെ ഇഷ്യൂസിന്റെ പേരിൽ നടന്ന സംഭവങ്ങളായിരിക്കാം. വെറുതെ സൈക്കോ കില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് അന്വേഷണം വഴിതിരിക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മേലധികാരികൾ അവരെ കളിയാക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ആ കണ്ണാടി വെച്ച നിഷ്കു പോലീസുകാരനിലെ അവൻ ഓടിക്കിതച്ചു വരുന്നു. എന്നിട്ട് പറയുന്നു, ഈ 2 കൊലകളും ചെയ്തത് ഒരാളാണ്, ഇതൊരു സീരിയൽ കില്ലർ തന്നെയാണ് എന്ന് അവൻ പറയുന്നു. അതെങ്ങനെയാണ് എങ്ങനെ പറയാൻ സാധിക്കുക എന്ന് എല്ലാവരും ചോദിക്കുന്നു. തുടർന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ് സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൈക്കോ ഒരു കൊച്ചുകുട്ടിയെ പ്രതിമകളൊക്കെ നിർമ്മിക്കുന്ന ഒരു രാസവസ്തു ഉപയോഗിച്ച് ജീവനോടെ പ്രതിമയാക്കി മാറ്റി കൊല്ലുന്നുണ്ട്. അതിനുശേഷം ആ പ്രതിമ പബ്ലിക്കായി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ആ സൈക്കോയെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു. ശേഷം വിചാരണ നടത്തുന്നത് ആ സമൂഹത്തിലുള്ള കുറച്ചുപേരെ സെലക്ട് ചെയ്ത് അവരെ ജഡ്ജിമാരാക്കി മാറ്റിയാണ്. അങ്ങനെ ആ ജഡ്ജിമാരെല്ലാം ചേർന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ സൈക്കോയ്ക്ക് മരണദണ്ഡന വിധിക്കുന്നു. ആശുപത്രിയിലേക്ക് ചെക്കിങ്ങിന് പോകുന്നതിനിടയിൽ ആ സൈക്കോ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. അന്ന് ഈ ജഡ്ജിമാരിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ആദ്യം ആ പട്ടി കടിച്ച് മരിച്ച പെണ്ണും പിന്നെ ആ ഗുണ്ടുമണിയും. ഇതറിഞ്ഞതോടെ നായകൻ ഞെട്ടിത്തരിക്കുന്നു. കാരണം അവന്റെ ഭാര്യയും അന്നത്തെ ജഡ്ജിമാരിൽ ഒരാളായിരുന്നു. അവന്റെ ഭാര്യയെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു. പക്ഷെ ഫോൺ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സവാമുരയുടെ ഭാര്യയും ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ സവാമുരയെ ആ അന്വേഷണത്തിൽ നിന്നും മാറ്റുന്നു. പോലീസ് ഒരു വശത്ത് നായികയെ തേടിക്കൊണ്ടിരിക്കുന്നു, മറുവശത്ത് സവാമുരയും ഭാര്യയെ അന്വേഷിക്കുന്നു. ഇതേസമയം നായിക തന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണുള്ളത്. അവിടെ മകളോട് അച്ഛൻ ഉടനെ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ്. ആ സമയത്ത് ആരോ പുറത്ത് കോളിംഗ് ബെല്ലടിക്കുന്നു. ആരാണെന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ഒരു പാഴ്സൽ ബോയിയാണ് പുറത്ത് നിൽക്കുന്നത്. നായിക പുറത്തേക്ക് പോയി നോക്കുമ്പോൾ പാഴ്സൽ അവിടെയുണ്ട്, പക്ഷെ ആരെയും കാണുന്നില്ല. അതേസമയം മറ്റൊരിടത്ത് ഒരു വലിയ പണക്കാരനാണെന്ന് തോന്നുന്നു ഒരു ഹോട്ടലിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട്, ദേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാഴ്സൽ കൊണ്ടുവന്നിട്ടുണ്ട്, എന്താണെന്ന് നോക്കുന്നു പറഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ ഒരു ശവം കിടക്കുന്നു. ആ സൈക്കോയുടെ പടി തന്നെയാണ്. അതൊക്കെ കണ്ടു നിന്നവരൊക്കെ കരഞ്ഞ് നിലവിളിച്ച് പിറകോട്ട് വീഴുന്നു. സൈക്കോ തന്റെ കൊലകൾ തുടർന്നുകൊണ്ടേയിരുന്നു. പോലീസിന് എവിടെയും ഒരു തുമ്പും ലഭിക്കുന്നുമില്ല. അതിലൊരു കൊലപാതകം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ പൂർണ്ണ നഗ്നയാക്കി ഒരു ഫ്രീസറിനുള്ളിൽ ഐസ് കട്ടി പോലെയാക്കി അവളെ കൊന്നിരിക്കുന്നു. അതിന് ആ സൈക്കോ ഇട്ടിരിക്കുന്ന പേര് ബ്യൂട്ടി പണിഷ്മെന്റ് എന്നാണ്. അടുത്ത കൊലയും അവൻ പോലീസുകാർ ചിന്തിക്കുന്നതിന് മുമ്പേ ചെയ്തു തീർത്തു. ഒരുത്തന്റെ വായിലേക്ക് 1000 സൂചികൾ കുത്തിയിറക്കിയിരിക്കുന്നു. പേര് 1000 നീഡിൽ പണിഷ്മെന്റ്. ഭാര്യ എവിടെയാണെന്ന് ഒരു പിടിയും നമ്മുടെ സവാമുരയ്ക്കില്ല. അവൻ എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവളുടെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകുന്നു. അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ അവിടെയില്ല. ഫ്രണ്ടിന്റെ കാമുകനാണ് അവിടെയുള്ളത്. അവൻ പറയും, എന്റെ കാമുകി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാണുള്ളത്, നിങ്ങളുടെ ഭാര്യയൊന്നും ഇവിടെ ഇല്ല എന്ന്. അതുകൊണ്ട് തന്നെ നായകൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കൂട്ടുകാരിയെ കാണും. അവളോട് എന്റെ ഭാര്യയും കുഞ്ഞും എവിടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൾ ഒരൊറ്റ അടി കൊടുക്കും. ഇപ്പോഴാണ് എനിക്കിതൊക്കെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയതെന്നും ചോദിച്ചിട്ട്. എന്നിട്ടും സവാമുര ഒന്നും ചെയ്തില്ല. അവൻ ഭാര്യയും കുഞ്ഞിനെ അന്വേഷിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോൾ അവൾ പറയും, എനിക്കറിയില്ല, എനിക്ക് ഒരു പിടിയില്ല എവിടെയാണെന്ന്, എന്നോടൊന്നും പറഞ്ഞിട്ടല്ല അവൾ എവിടെയും പോയത്. പക്ഷേ ശരിക്കും ആ പെണ്ണിന്റെ വീട്ടിൽ തന്നെയാണ് നായിക താമസിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ സവാമുര അവിടെ പോയി എന്തെങ്കിലും പ്രശ്നം
പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതിയാണ് അവൾ കള്ളം പറയുന്നത്. ഒരു രഹസ്യം കൂടി നായകനോട് പറയുന്നു. പണ്ട് സവാമുരയുടെ ഭാര്യ ഒരു ജഡ്ജിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ കൊലയാളിയെ തൂക്കിക്കൊല്ലാനായിരുന്നല്ലോ എല്ലാവരും കൂടി വിധിച്ചത്. ആ സമയത്ത് വിധികേട്ട കില്ലർ അവിടെ ബോധം കെട്ട് വീഴുന്നുണ്ട്. അത് കണ്ട് നമ്മുടെ നായിക വിഷമത്തോടെ കരയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ നായിക ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി രണ്ടാമതും പ്രഗ്നന്റ് ആയിരുന്നു, പക്ഷേ അത് അബോട്ടായിപ്പോയി. പക്ഷേ ഈ കാര്യം പോലും നമ്മുടെ നായകൻ അറിയില്ല. എന്ത് ഭർത്താവല്ലേ, ഭാര്യ ഗർഭിണിയായതുപോലും അറിയാതെ ജോലിയും ചെയ്തുകൊണ്ട് നടക്കുന്നു. സമ്മതിക്കണം. അപ്പോൾ ഈ ഒരു സത്യം ആ സമയത്താണ് നായകൻ മനസ്സിലാക്കുന്നത്. നായകൻ പോകാൻ നേരം അവളോട് പറയും, ഞാൻ നിന്റെ വീട്ടിൽ പോയിരുന്നു, നിന്റെ കാമുകനാണ് പറഞ്ഞത് അവൾ അവിടെ ഇല്ല എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങും. പെട്ടെന്ന് പുള്ളിക്കാരി പറയും, കാമുകനോ? എനിക്കോ? എൻ്റെ വീട്ടിലോ? എനിക്ക് കാമുകനെ ഇല്ല എന്ന്. ഹീറോ പേടിച്ച് വിറച്ച് അന്തം വിട്ടു നിൽക്കുന്നു. താൻ ഇപ്പോൾ സംസാരിച്ചിട്ട് വന്നത് താൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ സൈക്കോയെ തന്നെയാണെന്ന് സവാമുര തിരിച്ചറിയുന്നു. ഇതേ സമയം സൈക്കോ സവാമുരയുടെ ഭാര്യയെയും കുഞ്ഞിനെയും ഒരു പെട്ടിയിലാക്കി പാഴ്സലാക്കുന്നു. സവാമുര ഭാര്യയെ നോക്കിയിട്ട് ആ വീട്ടിലേക്ക് കാർ ഓടിച്ച് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ആ സൈക്കോ ഇവർ രണ്ടുപേരെയും ആ പെട്ടിയിലല്ലേ ഉള്ളത്, അതും കാറിലേക്ക് എടുത്തു വെച്ചിട്ട് അവിടെ നിന്നും പുറപ്പെടുന്നു. നായകന്റെ കാറ് ആ വീടിനടുത്തേക്ക് എത്തുന്നു. വില്ലന്റെ കാറ് ഇവരെ പാസ് ചെയ്ത് ഓപ്പോസിറ്റ് ദിശയിലേക്ക് പോകുന്നു. നായകൻ ആ കാർ കാണുന്നുണ്ട്, എന്നാലും ഭാര്യയുടെ അടുത്തെത്താനുള്ള ഒരു ടെൻഷനല്ലേ, അതുകൊണ്ട് അതിനെ കാര്യമാക്കുന്നില്ല. നായകനും സംഘവും ഓടിക്കേറി ആ വീട്ടിൽ പരിശോധിക്കുമ്പോൾ അവിടെ ആരുമില്ല. പെട്ടെന്ന് നായകന് തന്നെ പാസ് ചെയ്തു പോയ ആ കാറിനെ പറ്റി ഒരു സംശയം തോന്നും. വേഗം അവൻ കാറും എടുത്ത് ആ കാറിന് പിന്നാലെ ചേസ് ചെയ്യാൻ തുടങ്ങി. നല്ല കിടിലൻ ചേസ്. നിർത്തടാ പന്നി എന്ന് നായകന് നിർത്തൂലട ചെറ്റേ എന്ന് വില്ലനും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മത്സരിച്ച് ഓടിക്കുകയാണ്. തീ പാറുന്ന ചേസിംഗ് സീനുകൾ. ചേസിനിടയിൽ ഒരു ഫോൺ കോളിലേക്ക് നായകന്റെ ശ്രദ്ധ മാറിയപ്പോൾ ദേ കിടക്കുന്നു ഞമ്മളും എഞ്ചിനും തവിട്ട് പൊടി എന്ന് പറഞ്ഞ അവസ്ഥ പോലെ നമ്മുടെ സവാമുരയുടെ കാറ് ആക്സിഡന്റിൽ തകരുന്നു. അപ്പോൾ ആ വില്ലൻ ഒരു ചെറിയ ട്രക്ക് എടുത്തുകൊണ്ടുവന്ന് നമ്മുടെ നായകന്റെ കാറ് ഇടിച്ച് തെറിപ്പിക്കുന്നു. നായകൻ ആ കാറിൽ നിന്നും തെറിച്ച് വീഴുന്നു. എഴുന്നേക്കാനുള്ള ഒരു ശേഷി പോലും ഇല്ലാത്ത അവസ്ഥയിൽ. ആ സമയത്ത് ആ സൈക്കോ മെല്ലെ പുറത്തേക്കിറങ്ങി വന്ന് നായകനോട് സംസാരിക്കുന്നു. വില്ലനാണെങ്കിൽ അവന് ജീവൻ ദാനം നൽകി അവിടെ നിന്നും പോകുന്നു. എന്ത് ചെയ്തിട്ടാണെങ്കിലും തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തണമെന്ന് സവാമുര തീരുമാനിക്കുന്നു. പക്ഷെ അവനെ ഇപ്പോൾ ആ കേസിൽ നിന്ന് പുറത്താക്കിയിട്ടല്ലേ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ നിഷ്കു പോലീസുകാരനോട് കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ അവരൊരു ഹോട്ടലിൽ ഇരുന്നിട്ട് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ആ ഹോട്ടലിന് വെളിയിൽ തവള മുഖം മൂടിയിട്ട ആ സൈക്കോ ഇവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അത് ആ നിഷ്കു പോലീസുകാരൻ കാണും. അവൻ നായകനോട് അത് പറയുന്നു. നായകൻ നോക്കുന്ന സമയത്ത് ആ സൈക്കോ ഓടി വന്ന് ആ ചില്ലിനൊരൊറ്റ അടി അടിച്ചിട്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നു. സവാമുരയും അവനെ പിടിക്കുന്നതിന് വേണ്ടി പിന്നാലെ തന്നെ ഓടി. പക്ഷെ ആ കില്ലറെ അവനെ എവിടെയും കാണാൻ പറ്റിയില്ല. പെട്ടെന്ന് അവൻ ആ കില്ലറെ ഒരു പാലത്തിന് മുകളിൽ നിൽക്കുന്നതായിട്ട് കാണും. എത്രയും വേഗത്തിൽ അവനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ അങ്ങോട്ടേക്ക് ഒരൊറ്റ ഓട്ടം. പക്ഷെ ഓടുന്നതിനിടയിൽ ഒരു കാറ് വന്ന് നായകനെ ഇടിച്ച് തെറിപ്പിക്കുന്നു. ആ സമയത്തിനുള്ളിൽ വില്ലൻ എവിടെയോ മറയുന്നു. കാർ ഇടിച്ചിട്ടും നായകന് വലിയ അപകടങ്ങളൊന്നും പറ്റുന്നില്ല. അവൻ നടന്ന് ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിലേക്ക് എത്തുന്നു. അവിടെ ആ സൈക്കോ ഒരു നിഷ്കു പോലീസുകാരനുണ്ടായിരുന്നില്ലേ, അവനെ ടൈ ചേർത്ത് പിടിച്ച് കൈയൊക്കെ പിന്നിൽ കെട്ടിയിട്ട് ആ കെട്ടിടത്തിന്റെ ഏറ്റവും എഡ്ജിലേക്ക് പിടിച്ചു നിർത്തിയിരിക്കുന്നു. മാത്രമല്ല അവന്റെ കയ്യിൽ ഒരു തോക്കുമുണ്ട്. എന്നിട്ട് അവൻ നായകനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഞാൻ എന്തിനാണ് ഈ കൊലകളൊക്കെ ചെയ്യുന്നതെന്നാണ് നീയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? മുമ്പ് ഒരുത്തനെ നിങ്ങളൊക്കെ കൂടി കൊന്നില്ലേ, അതിനുള്ള പ്രതികാരമായിട്ടാണോ? ഞാനൊരു കലാകാരനാടാ, ഒരു ആർട്ടിസ്റ്റ്. ഞാൻ എത്ര വലിയ കലാകാരനാണെന്ന് എനിക്കൊക്കെ അറിയോ? അന്ന് ഒരു പ്രതിമ ഞാൻ ഉണ്ടാക്കി വെച്ചു. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾ ഏതോ ഒരുത്തിന് കൊടുത്തു. അവനാണെങ്കിൽ അതിന്റെ വിലയെ അറിയാതെ ആത്മഹത്യ ചെയ്തു. ഇപ്പൊ ആ ക്രെഡിറ്റ് ഒക്കെ എനിക്ക് തിരിച്ചു വേണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ തിരിച്ചു വന്നതും ഈ കൊലകളൊക്കെ ചെയ്യുന്നതും. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കണ്ടേ? എനിക്ക് വേണ്ടത് നിന്നെയാണ് എന്ന് സൈക്കോ പറയുന്നു. അപ്പോഴേക്കും ആ സ്ഥലത്തേക്ക് വെയിലടിക്കുന്നു. അതോടെ സൈക്കോയ്ക്ക് എന്തോ ഇറിറ്റേഷൻ ആയതുപോലെ അയാൾ ചൊറിയാൻ തുടങ്ങുന്നു. എന്നിട്ട് നായകനോട് പറയും, ഏതായാലും നിന്റെ ഫ്രണ്ടിനെ ഞാൻ വിട്ടേക്കാം, ഇന്ന് പിടിച്ചോന്നും പറഞ്ഞിട്ട് അവന്റെ ടൈയിലെ പിടിവിടുന്നു. നായകൻ ഓടിപ്പോയി തന്റെ സുഹൃത്തിനെ പിടിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോകുന്നു. ആ സമയത്ത് വില്ലൻ അവന്റെ മുന്നിലൂടെ തന്നെ നടന്നു പോകുന്നു, അതും സ്ലോ മോഷനിൽ. പാവം ആ നിഷ്കു പോലീസ് കെട്ടിടത്തിൽ നിന്നും താഴേക്ക് വീണ് മരിക്കുന്നു. ഇവിടെ ഞാൻ ഏതായാലും ഒരു ചെറിയ ഇൻ്റർവെല്ല് തരികയാണ്. സിനിമയുടെ ബാക്കി കഥയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് 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 നന്ദിയുണ്ട്. അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായിട്ട്.